ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ മലയാളികൾക്ക് സിനിമ എന്ന് പറഞ്ഞാൽ വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. മാക്സിമം പോയാൽ ഒരു ഫാൻസ് ഫൈറ്റ് അല്ലെങ്കിൽ തിയേറ്റർ പൂരപ്പറമ്പ്, അത്രയൊക്കെ തന്നെ. പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ അങ്ങനെയല്ല കേട്ടോ. അവിടെ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ ഒരു വല്ലാത്ത കെട്ടുപിണച്ചിൽ ഉണ്ട്. MGR, കരുണാനിധി, ജയലളിത, ഇപ്പോൾ ദാ വിജയ് അണ്ണൻ വരെ എത്തി നിൽക്കുന്നു ആ ലിസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തമിഴകത്ത് പുതിയൊരു ചർച്ച സോഷ്യൽ മീഡിയയെ മൊത്തം ചൂട് പിടിപ്പിക്കുകയാണ്. നമ്മുടെ സ്വന്തം റൗഡി ബേബി നാഷണൽ അവാർഡ് വിന്നർ ധനുഷും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണോ? കഴിഞ്ഞ ദിവസം പുള്ളി നടത്തിയ ഒരു മാസ് സ്പീച്ച് കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. പുള്ളി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുമോ? വിജയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണോ ഈ നീക്കം? അതോ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കുക. സംഭവം നടന്നത് ധനുഷിൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു വലിയ രക്തദാന ക്യാമ്പിലാണ്. സാധാരണ ഇത്തരം പരിപാടികളിൽ നടന്മാർ വരും, താങ്ക്സ് മച്ചാമാരെ എന്ന് പറയും, കേക്ക് കട്ട് ചെയ്യും, പോകും. പക്ഷേ ഇവിടെ ധനുഷ് മൈക്ക് കയ്യിലെടുത്തപ്പോൾ പുള്ളിയുടെ ബോഡി ലാംഗ്വേജും സംസാരവും ആകെ മാറി. ധനുഷ് ഫാൻസിനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇത്രയും പേർ ഒത്തുകൂടിയ ഈ ഒരുമയ്ക്ക് വലിയൊരു പവറുണ്ട്. ആ പവറിന് നിങ്ങളൊരു ലക്ഷ്യം ഉണ്ടാക്കണം. വെറും ഓഡിയോ ലോഞ്ചും സിനിമ റിലീസും ബാനറും മാത്രമല്ല നിങ്ങളുടെ പണി. നിങ്ങളുടെ നാട്ടിലുള്ള, നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കൂ. സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാകൂ. എനിക്ക് നിങ്ങളെ ഓർത്ത് കൂടുതൽ അഭിമാനം തോന്നണം. ഇതായിരുന്നു ധനുഷിൻ്റെ വാക്കുകൾ. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ധനുഷിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഒരു പ്രത്യേക വെൽഫെയർ ഫ്ലാഗ് അല്ലെങ്കിൽ ഒരു പുതിയ കൊടി തന്നെ ഈ അടുത്ത് പുറത്തിറക്കിയിരുന്നു. നടുവിൽ ധനുഷിൻ്റെ ചിത്രവും ചുറ്റും ചുവപ്പും വെള്ളയും ഒക്കെ കലർന്ന ഡിസൈനുള്ള ഒരു കൊടി. സാധാരണ ഫാൻസ് ക്ലബ്ബുകൾക്കൊക്കെ കൊടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തമിഴ്നാട് രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും തമാശ. പലരും ഈ പ്രസംഗത്തെ ഉപമിക്കുന്നത് നമ്മുടെ വിജയ് അണ്ണൻ്റെ പഴയ ശൈലിയോടാണ്. വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതുപോലെ ഫാൻസ് അസോസിയേഷനെ വെച്ച് ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു, തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും വിദ്യാർത്ഥികൾക്ക് അവാർഡ് കൊടുത്തു, കിറ്റുകൾ വിതരണം ചെയ്തു. ഒടുവിൽ കൃത്യമായ പ്ലാനിങ്ങോടെ പാർട്ടിയും പ്രഖ്യാപിച്ചു. ഇപ്പോൾ ധനുഷും കൃത്യമായി ആ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത്. തിരുവള്ളൂർ ജില്ലയിൽ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തതും സംസ്ഥാന വ്യാപകമായി ബ്ലഡ് ക്യാമ്പുകൾ നടത്തിയതുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. വിജയ് അണ്ണൻ എങ്ങനെയാണോ തൻ്റെ ഫാൻസ് ക്ലബിനെ ഒരു രാഷ്ട്രീയ സംഘടനയാക്കി മാറ്റിയത്, അതേ ട്രിക്ക് തന്നെയാണ് ധനുഷും ഇപ്പോൾ പയറ്റി നോക്കുന്നത്. ഇനി നമ്മുടെയൊക്കെ പ്രധാന സംശയം എന്തായിരിക്കും? അത് തന്നെ, ധനുഷ് വിജയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണോ വരുന്നത്? അല്ലെങ്കിൽ വിജയുടെ വോട്ട് ബാങ്ക് തകർക്കാൻ ആരെങ്കിലും ധനുഷിനെ ഇറക്കിയതാണോ? നോക്കൂ ഫ്രണ്ട്സ്, തമിഴ്നാട്ടിൽ വിജയ് ഇപ്പോൾ വലിയൊരു യുവജനശക്തിയാണ്. യുവതി യുവാക്കളുടെ വലിയൊരു വോട്ട് ബാങ്ക് തന്നെ വിജയ്ക്കൊപ്പമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ധനുഷ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ പുള്ളിക്ക് വിജയുമായി നേരിട്ട് മത്സരിക്കേണ്ടി വരും. എന്നാൽ ഇതിൽ മറ്റൊരു വശമുണ്ട്. ധനുഷിന് പഴയൊരു രജനീകാന്ത് കണക്ഷൻ ഉണ്ടല്ലോ. രജനീകാന്ത് രാഷ്ട്രീയത്തിൽ വരാൻ ശ്രമിച്ച് ഒടുവിൽ ആരോഗ്യ കാരണങ്ങളാൽ പിന്മാറിയതാണ്. അന്ന് രജനി ആരാധകർക്ക് ഉണ്ടായ ആ നിരാശ ഒരുപക്ഷെ ധനുഷിലൂടെ നികത്താൻ അവർ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ധനുഷ് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി വിജയ്ക്കെതിരെ നിൽക്കുമോ, അതോ വിജയുടെ പാർട്ടിയുമായി ഭാവിയിൽ സഖ്യത്തിൽ ഏർപ്പെടുമോ എന്നത് കണ്ടറിയണം. ചിലപ്പോൾ വിജയെ തളയ്ക്കാൻ ഭരണകക്ഷിയായ DMK സഖ്യം ധനുഷിനെ ഒരു കരുവാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ചെന്നൈയിലെ ചായക്കടകളിൽ സംസാരമുണ്ട്. ഇതൊക്കെ വെറും രാഷ്ട്രീയ റൂമറുകൾ ആണെങ്കിലും ഇതിലൊക്കെ ചെറിയൊരു പുക ഇല്ലാതിരിക്കില്ല അല്ലേ?
യഥാർത്ഥത്തിൽ ധനുഷിൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ പുള്ളിക്ക് രാഷ്ട്രീയത്തോട് പണ്ടേ കൃത്യമായ കാഴ്ചപ്പാടുണ്ടെന്ന് മനസ്സിലാകും. അസുരൻ ഓർമ്മയില്ലേ? നമുക്ക് ഭൂമിയുണ്ടായാൽ പിടിച്ചെടുക്കും, പണമുണ്ടായാൽ തട്ടിയെടുക്കും, പക്ഷേ പഠിപ്പ് മാത്രം ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല എന്ന ഡയലോഗ് എത്ര ശക്തമായിരുന്നു അല്ലേ? കർണൻ എന്ന സിനിമയിലെ സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ, വാത്തിയിലെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായുള്ള രാഷ്ട്രീയം, അതായത് വിദ്യാഭ്യാസ രാഷ്ട്രീയം, അങ്ങനെ പുള്ളി ചെയ്യുന്ന പല സിനിമകളും തമിഴ്നാട്ടിലെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. കൂടാതെ ഈ പ്രസംഗത്തിൽ ധനുഷ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. പുള്ളിക്ക് കലൈ അസുരൻ എന്നൊക്കെയുള്ള വലിയ സിനിമാ പേരുകളേക്കാൾ വെറും ധനുഷ് എന്ന് വിളിക്കപ്പെടാനാണ് ഇഷ്ടമെന്ന്. ഇത് പണ്ട് അജിത് സാർ തൻ്റെ ഫാൻസ് ക്ലബ്ബുകൾ പിരിച്ചുവിട്ടതും വലിയ ടൈറ്റിലുകൾ വേണ്ടെന്ന് വെച്ചതുമായ നിലപാടിനോട് സാമ്യമുള്ളതാണ്. അതായത് സിനിമാറ്റിക് പരിവേഷം മാറ്റിവെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് പുള്ളിയുടെ പ്ലാൻ. അപ്പോൾ ഫ്രണ്ട്സ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ധനുഷ് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പുള്ളിയുടെ അടുത്ത വൃത്തങ്ങളും ഇത് വെറും സിനിമയ്ക്ക് അപ്പുറമുള്ള സാമൂഹിക പ്രവർത്തനം മാത്രമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇൻസൈഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 2031 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ധനുഷ് ഇപ്പോൾ മുതലേ ഗ്രൗണ്ട് വർക്ക് ആരംഭിക്കുന്നത് എന്നാണ്. പുള്ളിക്ക് ഇപ്പോൾ പ്രായം കുറവാണല്ലോ, സിനിമയിൽ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ സാവധാനം അടിത്തറ ശക്തമാക്കാനാണ് പുള്ളിയുടെ തീരുമാനം. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ കളർഫുൾ ആകുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. സിനിമയിലെ ഈ വലിയ താരങ്ങൾ രാഷ്ട്രീയ ഗോതയിൽ നേർക്കുനേർ വരുമ്പോൾ കളി മാറും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ധനുഷ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമോ? പുള്ളി വിജയ്ക്ക് ഒരു കടുത്ത എതിരാളി ആകുമോ? അതോ വിജയുടെ ഒപ്പം നിൽക്കുമോ? നിങ്ങളുടെ ചിന്തകളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം.